കുറച്ച് നുറുക്ക് ഗോതമ്പ്, ഒറ്റ ലെയർ വെച്ച് നന്നായിട്ട് കെട്ടണം. അവരെന്തിനാണ് സാധനം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടല്ലോ എങ്ങനെയുണ്ട്? കൊള്ളാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനൊരു ഭരണി എടുത്തിട്ടുണ്ട്. 3 കിലോ മുന്തിരി. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ വെച്ച് ഒരു 6 വെള്ളം കഴുകണം. നല്ലതുപോലെ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം നല്ലതുപോലെ കളയണം. അതെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ള മുന്തിരിയാണ്. പിന്നെ ഇത് വൃത്തിയാക്കണമെങ്കിൽ കുറേ ഇങ്ങനെ പൊട്ടിയൊക്കെ വരും. അത് കുഴപ്പമില്ല, അത് നമുക്ക് ആവശ്യമുണ്ട്, അതിൽ കിടക്കട്ടെ. പിന്നെ അപ്പോൾ ഇത് 3 കിലോ മുന്തിരി, ഇത് 2 കിലോ പഞ്ചസാരയാണ്, ഇതൊരു 100 ഗ്രാം നുറുക്ക് ഗോതമ്പാണ്, പിന്നെ ഈസ്റ്റ്, പിന്നെ ഒരു 5 ഏലക്ക, ഒരു 2-2.5 പട്ട, പിന്നെ പൂവ്, പിന്നെ ഗ്രാമ്പു. ഇത്രയും സാധനം വേണം. പിന്നെ ഇത് തിളപ്പിച്ച് ആറ്റിയ വെള്ളം. അപ്പം നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിങ് ആദ്യം മുന്തിരി ഇടണം. നല്ലതുപോലെ കഴുകി വെള്ളം തോരാൻ വെച്ചതാണ്. അപ്പോൾ നമുക്കാദ്യം മുന്തിരി ഇടാം. ലെയറായിട്ടാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മുന്തിരി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര അങ്ങനെ തട്ടിക്കൊടുക്കാം. കുറച്ച് നുറുക്ക് ഗോതമ്പ്, അതും ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിതറിക്കൊടുക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു തുണിയിൽ കിഴി കെട്ടി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താലും മതി. എങ്ങനെയാണോ നമ്മളിഷ്ടം പോലെ. ഒറ്റ ലെയർ ഒഴിക്കാം. ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഇടാം. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് കണക്കത്തൊരു കോട്ടൺ തുണി ഉണ്ട് വെച്ച് നന്നായിട്ട് കെട്ടണം. നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ട് ഒരു 21 ദിവസം കഴിഞ്ഞത് അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞതെടുക്കാം. ഇതിൻ്റെ അടപ്പാണ്, അതിൽ ഞാൻ തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അതും അതിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി 21 ദിവസം കഴിഞ്ഞ് കാണാം. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. ചേട്ടൻ എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് പൊങ്ങണില്ല.
അപ്പോൾ ബാക്കി ഇനി ഈ ദിവസം കഴിഞ്ഞിട്ട് കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വയലിട്ട് വെച്ചിട്ട് ഇരുത്തുന്ന ദിവസമായിട്ടുണ്ട്. നമുക്കത് നോക്കാം, അത് പൊട്ടിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത കാര്യമാണ്, സക്സസ് ആയോ ഇല്ലേ നമുക്ക് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കൊണ്ടുവരൂ, കാണിക്കൂ. സാധനം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. കാണണോ? വാ, 2 ഗസ്റ്റ് ഉണ്ട്. വാ വാ കാണിച്ചു തരാം. വാ വാ. ഇത് രണ്ടും ചേച്ചിയുടെ മക്കളാണ്. ഇത് റച്ചു, ഇത് റീവക്കുട്ടി. അവരെന്തിനാണ് സാധനം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടല്ലോ. ഇനി ആൻറ്റി എടുക്കണം, കാണാം അവിടെ ചെന്നിരിക്കേ. അപ്പോൾ നമുക്കിതാദ്യം ഒന്ന് തടി അതിന് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ സ്റ്റീല് അലുമിനിയത്തിലൊന്നും ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒന്ന് കുത്തി ഇളക്കാം, ഒന്ന് കലക്കി എടുക്കാം. നനവുള്ള ഒരു സാധനം ഇതിനകത്ത് ഇടരുത്, അതിരുന്ന് പൂത്തു പോവും. എല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഭരണി ചെറുതും തവി ഇച്ചിരി വലുതായി പോയല്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യം ഇതിനൊന്ന് അരിച്ചെടുക്കാം. സ്റ്റീൽ പാത്രത്തിന് അരിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാമേ. വെള്ളം മാറ്റിയിട്ട് നമുക്ക് മുന്തിരി ഉടച്ചെടുക്കാം. വെള്ളത്തിട്ട് ഉടയ്ക്കാൻ പറ്റൂല കേട്ടോ, സംഭവം ഉടയുന്നില്ല. ഇനി മുന്തിരി തിരിച്ചെടുക്കുന്ന ചേട്ടാ, ഇടിച്ച് പിഴിഞ്ഞെടുക്കണേ. ചവിക്ക് ഇത്തിരി നീളം കൂടിപ്പോയി. നമുക്ക് ഇതിനെ വീട്ടിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഗൈസ്, നമ്മൾ ഉടച്ചിട്ടുണ്ട് ഒരുവിധം. നമുക്ക് ഇതിനെ കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമുക്ക് മിക്സ് ചെയ്യും. അപ്പോൾ ഇതതിൻ്റെ കളറ്. പിന്നെ ഒരു കുപ്പി ഗ്ലാസ് എടുത്തുണ്ട്, നമുക്കെല്ലാം ഒഴിച്ച് കാണിച്ചു തരാം. ഇത് ഇനി അടുത്ത് വീണ്ടും ഭരണിയിൽ ഒഴിച്ച് വയ്ക്കണം, ഇതിൻ്റെ മട്ടി അടിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തെളിഞ്ഞ് വരും, ഇത് തെളിഞ്ഞ് വരും. അതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട. ബാക്കി മട്ടി ഇങ്ങനെ അടിയിൽ അലിഞ്ഞു പോവും. അപ്പോൾ എന്നിട്ടൊരു ഒഴിച്ചിട്ടൊരു 3 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പം നന്നായിട്ട് മട്ടി അടിയിലേക്ക് അടിയും. ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പം നല്ല കുറുകുറുത്ത കളറിലിരിക്കുകയാണ്. അത് ഇങ്ങനെ പിഴിഞ്ഞെടുത്തുകൊണ്ടാണ് ആ കളറിൽ വന്നത്. ഇത് കുറച്ച് സമയം വെച്ചിരുന്നാൽ ഇത് അതിൻ്റെ അടിയിലേക്ക് അടിയും. അപ്പം നമുക്കിതിനെ ഭരണിയിലോട്ട് മാറ്റി വയ്ക്കാം. മട്ടടിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവേ. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് വെച്ചിട്ട് എടുക്കാം, നിങ്ങളെ ഇഷ്ടം. പഴകം തോറും വീര്യം കൂടുമെന്നാണല്ലോ പറയാറ്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി പഴയതുപോലെ തന്നെ തുണിയിട്ട് നന്നായിട്ട് മൂടി കെട്ടി വയ്ക്കാം.
ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒന്നും കയറണ്ട. അപ്പോൾ നമുക്കിനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇതെടുത്ത് മട്ടടിഞ്ഞ് തെളിഞ്ഞതിനെ നമുക്കെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മട്ടടിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. Come on, let's. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വൈൻ ഫൈനലി. ഇത് നമുക്ക് ഇവിടെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഡാൻസിന് ഏതുകൊണ്ട് കുറച്ച് കുടിച്ചു, എനിക്ക് ഫിറ്റായിപ്പോൾ എന്തിനു ഞാൻ കുടിച്ചു നോക്കട്ടാ. വായില്ല വിൽക്കുന്ന മുട്ടായി ഇവിടെ കിടന്നുണ്ട്, അത് കുടിച്ചാൽ വേറെ ടേസ്റ്റ്. കൊള്ളാം കേട്ടോ, നല്ല വീര്യമുണ്ട്, സാധനം നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട്, സൂപ്പർ. അപ്പം ഇനി നമ്മളിത് ഇവിടെ പപ്പ, അമ്മ, ചേച്ചി അവരൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇവിടെ പപ്പയ്ക്ക് തന്നെ ആദ്യം കൊടുക്കാം. വാ പപ്പ, എണീക്കൂ. പപ്പയാണ് വൈൻ ടേസ്റ്റ് ചെയ്യുന്ന ആളാദ്യം. കൈ മറിയായിരുന്നു. മുഖത്ത് എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം. അതും കൂടെ കൊടുക്കാൻ. കുടിക്കട്ടെ. വീര്യണ്ടാ? വീര്യം അടിപൊളി സാധനം ഉണ്ടെന്ന്. വീര്യണ്ടാ? വീര്യം അത് പറഞ്ഞില്ലേ സാധനോ? ഇതൊക്കെയാണോ? നിനക്കാണോ? വീച്ചാണോ? അടുത്തിന് 2 പൈതങ്ങളുണ്ട്, 2 പൈതങ്ങൾക്ക് കൊടുക്കാം. എങ്ങനെ ടേസ്റ്റ് ചെയ്ത് പറയാം. വീട്ടിൽ പപ്പ എടുക്കുമ്പോൾ തന്നെ വന്ന നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മുടെ ചേച്ചി വീട്ടുണ്ടാക്കിയാണല്ലോ കുടിക്കാം, അതിനായിട്ട് കുടിക്കാം. അടിപൊളി, സൂപ്പർ. ഒറ്റ വലി കുടിച്ച് അവിടെ വീട്ടിൽ ചേട്ടൻ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കും. വീട്ടിൽ ആദ്യമായിട്ട് ചെയ്തതാണ് ഇനി ചേട്ടന്. അതൊരു മട്ടക്കിഴങ്ങ്. തൊട്ട് നോക്കാൻ വല്ല അച്ചാറോ വല്ലതും വേണോ നിനക്ക്? അച്ചാർ എടുത്തണം, അച്ചാർ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ചെയ്യാനും ശ്രമിക്കുക. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ പാടൊക്കെ ആയിരിക്കുമെന്ന്. പിന്നെ കുറച്ച് പാടെന്ന് പറഞ്ഞാൽ നമ്മളെ മുന്തിരി വൃത്തിയാക്കി എടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.